ഇത് ഒരു AI വീഡിയോ അല്ല. മധ്യ തുർക്കിയുടെ ഹൃദയഭാഗത്ത് മറ്റൊരു ഗ്രഹത്തിൻ്റെതാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ലക്ഷ്യസ്ഥാനം സ്ഥിതി ചെയ്യുന്നു. കപ്പഡോക്യ എന്ന മാന്ത്രിക മേഖല. അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങൾക്ക് പേരുകേട്ട കപ്പഡോക്യ പ്രകൃതിയും ചരിത്രവും ഏറ്റവും അസാധാരണമായ രീതിയിൽ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഈ പ്രദേശത്തെ ചാരത്തിൽ മൂടി ഒടുവിൽ മൃദുവായ പാറയായി മാറി. കാലക്രമേണ കാറ്റും മഴയും ഈ പാറകളെ ഐക്കണിക് ഫേറി ചിമ്മിണികളാക്കി. കപ്പഡോക്യയുടെ പ്രതീകമായി മാറിയ ഉയരമുള്ള കോണാകൃതിയിലുള്ള രൂപങ്ങളാണവ. എന്നാൽ ഈ സ്ഥലത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത് മനുഷ്യർ അതിനോടെങ്ങനെ പൊരുത്തപ്പെട്ടു എന്നതാണ്. പുരാതന നാഗരികതകൾ, വീടുകളും പള്ളികളും മുഴുവൻ ഭൂഗർഭ നഗരങ്ങളും ഈ പാറകളിൽ കൊത്തിയെടുത്തിരുന്നു. ഏറ്റവും പ്രശസ്തമായ ഒന്ന് ഡെറിംഗുയു അണ്ടർഗ്രൗണ്ട് സിറ്റിയാണ്. ഇത് ഒരു കാലത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് അഭയം നൽകിയിരുന്ന ഒരു മൾട്ടി ലെവൽ നഗരം. വായു സഞ്ചാര സംവിധാനങ്ങൾ, സംഭരണ മുറികൾ, ആരാധനാലയങ്ങൾ പോലും ഇവിടെയുണ്ടായിരുന്നു. മറ്റൊരു പ്രത്യേകത ബൈസന്റൈൻ കാലഘട്ടത്തിലെ പാറയിൽ കൊത്തിയ പള്ളികളും പുരാതന ഫ്രെസ്കോകളും നിറഞ്ഞ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ ഗോരം ഓപ്പൺ എയർ മ്യൂസിയമാണ്. ഈ ഓപ്പൺ എയർ മ്യൂസിയത്തിലൂടെ നടക്കുന്നത് ചരിത്രത്തിന്റെ ഒരു മറഞ്ഞിരിക്കുന്ന അധ്യായത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത് പോലെയാണ് തോന്നുന്നത്. പിന്നെ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു അനുഭവമുണ്ട്: ഹോട്ട് എയർ ബലൂണിംഗ്. സൂര്യോദയ സമയത്ത് കപ്പഡോക്യയ്ക്ക് മുകളിലുള്ള ആകാശം വർണ്ണാഭമായ ബലൂണുകൾ കൊണ്ട് നിറയുന്നു. താഴ്വരകൾ, ഗുഹകൾ, പാറക്കെട്ടുകൾ എന്നിവയിലൂടെ സൗമ്യമായി പറന്നുപോകുന്നു. ഇത് വെറുമൊരു കാഴ്ചയല്ല, ഈ പ്രദേശത്തെ യഥാർത്ഥ മാന്ത്രികത പകർത്തുന്ന, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കാണുന്ന അനുഭവമാണിത്. കപ്പഡോക്യയിൽ എങ്ങനെ എത്തിച്ചേരാം? കപ്പഡോക്യയിൽ എത്തിച്ചേരുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിലും എളുപ്പമാണ്. ഏറ്റവും അടുത്തുള്ള പ്രധാന നഗരങ്ങൾ കെയ്സരി, നെവ്സഹിർ എന്നിവയാണ്. രണ്ടിലും വിമാനത്താവളങ്ങളുണ്ട്. ഇസ്താംബൂളിൽ നിന്ന് കെയ്സരി എർക്കിലറ്റ് വിമാനത്താവളത്തിലേക്കോ നെവ്സഹിർ കപ്പഡോക്യ വിമാനത്താവളത്തിലേക്കോ നിങ്ങൾക്കൊരു ആഭ്യന്തര വിമാനത്തിൽ പോകാം. അവിടെ നിന്ന് ഗോരം പോലുള്ള പ്രധാന വിനോദസഞ്ചാര മേഖലകളിലേക്ക് ഏകദേശം 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. നിങ്ങൾക്ക് മനോഹരമായ ഒരു യാത്രയാണ് ഇഷ്ടമെങ്കിൽ ഇസ്താംബൂളിൽ നിന്നോ അങ്കാറയിൽ നിന്നോ ബസ്സിലും യാത്ര ചെയ്യാം. രാത്രികാല ബസ്സുകൾ വളരെ ജനപ്രിയവും ബജറ്റിന് അനുയോജ്യവുമാണ്. റോഡ് യാത്രകൾ ആസ്വദിക്കുന്നവർക്ക് ഒരു കാർ വാടകയെടുക്കുക എന്നതാണ് മറ്റൊരു മികച്ച ഓപ്ഷൻ. അങ്കാറയിൽ നിന്നുള്ള ഡ്രൈവ് ഏകദേശം 3 മുതൽ 4 മണിക്കൂർ വരെ എടുക്കും. വഴിയിൽ മനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യും. കപ്പഡോക്യ വെറുമൊരു ലക്ഷ്യസ്ഥാനം മാത്രമല്ല, അത് നിങ്ങളോടൊപ്പം എന്നേക്കും നിലനിൽക്കുന്ന ഒരു അനുഭവമാണ്. പുരാതന ഭൂഗർഭ നഗരങ്ങൾ മുതൽ ബലൂണുകൾ നിറഞ്ഞ ആകാശം വരെ ഇവിടെയുള്ള ഓരോ നിമിഷവും ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ചരിത്രം, സാഹസികത, പ്രകൃതി സൗന്ദര്യം എന്നിവ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ കപ്പഡോക്യ നിങ്ങളെ കാത്തിരിക്കുകയാണ്.